ഈ പൊടികളൊക്കെ പാറിയിട്ട് ഒരുപാട് ആൾക്ക് അലർജി വന്നിരിക്കണം. അതുപോലെ ഈ എത്താത്ത സ്ഥലങ്ങളിലൊക്കെ വലിഞ്ഞ് കയറി അങ്ങനെ ഓരോ മേലുവേദന, പൊടി പാറി ജലദോഷമൊക്കെ പിടിച്ചിട്ട് പിന്നെ തുമ്മൽ, പനിയൊക്കെ വന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ആശുപത്രിയിൽ പോയി, സൗണ്ടൊക്കെ പോയി, ശരീരവേദനയൊക്കെ ആയിട്ട് അങ്ങനെ ഇടങ്ങേറ് പിടിച്ച് നനച്ചുള്ളി പണിയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീടും പരിസരവും ഒക്കെ റമദാനാകുമ്പോഴത്തേന് വൃത്തിയായി നല്ല ക്ലീൻ ആയിരിക്കണം. എന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ നമ്മൾ ഇടങ്ങേറായി പണിയെടുത്തിട്ട് ഓരോ അസുഖങ്ങൾ വരുത്തി വെച്ച് റമദാനാകുമ്പോഴേക്ക് നമുക്ക് നോമ്പ് നോക്കാനുള്ള ആരോഗ്യമില്ലാതെ ആരും ആക്കരുത്. എല്ലാ പണിയും കഴിഞ്ഞ് ലാസ്റ്റ് റമദാൻ വരുമ്പോഴേക്ക് നമുക്ക് പനിയും അസുഖവും ജലദോഷമൊക്കെ വന്ന് നമ്മുടെ ശരീരമൊക്കെ ക്ഷീണിച്ച് ഇബാദത്ത് ചെയ്യാൻ പറ്റാത്തൊരു നിലയിലേക്ക് നമ്മുടെ ശരീരത്തെ നമ്മൾ കൊണ്ടുചെന്ന് എത്തിക്കരുത്. റമദാനിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ്. അത് ഒഴിവാക്കാൻ ഒരിക്കലും പറ്റില്ല. അത് ഒഴിവായാൽ തന്നെ നമുക്കത് ഖളാ ചെയ്ത് വീട്ടുകയും വേണം. വളരെ പുണ്യമാക്കപ്പെട്ട ഒരു നോമ്പാണ് റമദാനിലെ നോമ്പ്. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തിനൊക്കെ ഒരുപാട് പ്രതിഫലവുമുള്ളതാണ്.